കമ്മ്യൂണിസ്റ്റ് ക്യൂബ ഇരുട്ടിലായി എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം ലോകം കേട്ടത്. ആ രാജ്യം പൂർണ്ണമായും ഇരുട്ടിലേക്ക് ആഴ്ന്നുപോയി. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഇലക്ട്രിസിറ്റി വിതരണത്തിൽ വന്ന ഒരു തകരാറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി ക്യൂബയിൽ വൻ വൈദ്യുതി മുടക്കം അനുഭവപ്പെട്ടു. എന്തിനു പറയുന്നു, അവിടെയുള്ള ജനപ്രതിനിധികളുടെ വീട്ടിൽ പോലും വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹവാനയെയും രാജ്യത്തെ പ്രവിശ്യകളെയും ഇത് ബാധിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ഇരുട്ടിലാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യൂബയുടെ ഊർജ്ജ ഖനി മന്ത്രാലയം പ്രാദേശിക സമയം രാത്രി 8:15 ഹവാനയുടെ പ്രാന്തപ്രദേശത്തുള്ള ഡീസ്മെറോ സബ്സ്റ്റേഷനുകളിൽ ഉണ്ടായ ഒരു തടസ്സമാണ് ഇതിന് കാരണം എന്ന് ജനങ്ങളോട് പറഞ്ഞു. പടിഞ്ഞാറൻ ക്യൂബയിൽ ഗണ്യമായ ഉൽപാദന നഷ്ടത്തിനും അതോടൊപ്പം ദേശീയ വൈദ്യുത സംവിധാനത്തിന്റെ പരാജയത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ ഒരു വൈദ്യുതി ഇല്ലാത്തതിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയകൾ നടക്കുന്നു എന്നും അദ്ദേഹം ജനത്തിന് ഉറപ്പ് നൽകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എന്തായാലും ഹവാനയുടെ തെരുവുകൾ ഇരുട്ടിലായി കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇരുട്ടിലായത് മാത്രമല്ല, തെരുവുകളെല്ലാം ശൂന്യവുമായിരുന്നു. ജനറേറ്ററുകളുള്ള ഹോട്ടലുകളുടെ ജനാലകളിൽ നിന്ന് മാത്രമേ വെളിച്ചം വന്നിരുന്നുള്ളൂ. ഇന്റർനെറ്റ് സേവനത്തെയും ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യൂബ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി കഴിഞ്ഞ ദിവസം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഗ്വാണ്ടനാമോ, ആർടെമിസ, സാന്റിയാഗോ ഡി ക്യൂബ, സാന്താ ക്ലാര തുടങ്ങിയ വിദൂര പ്രവിശ്യകളുടെ ആളുകൾ മിന്നൽ വെളിച്ചത്തിൽ വൈദ്യുതി തടസ്സപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ മേഖലയെ ബാധിക്കുന്ന സംസ്ഥാന ഏജൻസി ആയിട്ടുള്ള ഇലക്ട്രിക് യൂണിയൻ അവരുടെ ദൈനംദിന റിപ്പോർട്ട് പീക്ക് അവർ ഡിമാൻഡ് ഏകദേശം 3250 മെഗാവാട്ട് ആയിരിക്കുമെന്നും കമ്മി ഏകദേശം 1380 മെഗാവാട്ടിൽ എത്തുമെന്നും, അതായത് ദേശീയ ഊർജ്ജ സംവിധാനത്തിന്റെ 42% അടച്ചുപൂട്ടേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന കണക്കല്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഇനിയും ക്യൂബയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ക്യൂബയിൽ വലിയ പ്രതിസന്ധി വൈദ്യുതി മേഖലയിൽ തുടരുകയാണ്. ഇനിയും ജനങ്ങൾ ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.